UDF മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള നടപടികളുടെ വിശദാംശങ്ങൾ പുറത്ത്. ഭൂരിപക്ഷ പിന്തുണ ആർക്കാണെന്ന് കണ്ടെത്താനുള്ള കേന്ദ്ര നിരീക്ഷണ സംഘത്തിന്റെ പട്ടികയുടെ ലിസ്റ്റാണ് പുറത്തായിരിക്കുന്നത്. കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പിന്തുണ KC വേണുഗോപാലിനാണെന്നുള്ള വ്യക്തമാക്കുന്ന ലിസ്റ്റ് പുറത്തായിരിക്കുന്നത്. AICC നിരീക്ഷകൻ മുകുൾ വാസ്നിക്കിന്റെ കയ്യിലെ MLA-മാരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയ ലിസ്റ്റാണ് പുറത്തു വന്നത്. ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഈ ഒരു ചിത്രം പുറത്തുവിട്ടിരിക്കുന്നത്. സന്ദീപ് വാര്യർ, അഡ്വക്കേറ്റ് സജീവ് ജോസഫ്, അഡ്വക്കേറ്റ് TO മോഹനൻ, ഉഷ വിജയൻ, അഡ്വക്കേറ്റ് T സിദ്ദിഖ് എന്നിവരുടെ പിന്തുണ KCക്കാണ്. IC ബാലകൃഷ്ണൻ KCയെയും രമേശ് ചെന്നിത്തലയെയും ഈ ഒരു ലിസ്റ്റിൽ പിന്തുണയ്ക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 4-ാം ദിവസവും ആരാകും മുഖ്യമന്ത്രി എന്നുള്ള ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ കോൺഗ്രസിൽ തുടരുകയാണ്. MLA-മാരുടെ നിലപാടറിഞ്ഞ് AICC നിരീക്ഷകർ മടങ്ങിയതോടെ ഡൽഹി കേന്ദ്രീകരിച്ചാണ് തുടർ ചർച്ചകൾ. AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവർ ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിക്കും. ഭൂരിപക്ഷ MLA-മാരുടെയും പിന്തുണ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനാണ് ലഭിച്ചിരിക്കുന്നത്. 48 പേരുടെ പിന്തുണയുണ്ടെന്നാണ് KC വേണുഗോപാൽ പക്ഷത്തിന്റെ അവകാശവാദം. 35 പേരുടെ പിന്തുണയുണ്ടെന്ന് VD സതീശൻ പക്ഷവും 23 പേരുടെ പിന്തുണയുണ്ടെന്ന് രമേശ് ചെന്നിത്തല വിഭാഗവും അവകാശപ്പെടുന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഞായറാഴ്ച ഉണ്ടായേക്കുമെന്നാണ് വിവരം. എന്നാൽ ഈ ഒരു തിരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിച്ചത് VD സതീശനാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ UDFനെ അധികാരത്തിലെത്തിക്കാൻ സാധിച്ചില്ല എങ്കിൽ വനവാസത്തിന് പോകും എന്നുള്ള ധീരമായിട്ടുള്ള നിലപാടൊക്കെ VD സതീശൻ പ്രഖ്യാപിച്ചിരുന്നു. സ്വന്തം രാഷ്ട്രീയ ഭാവി പോലും നോക്കാതെ ആർജവത്തോടെ എടുത്ത ഒരു നിലപാട് തന്നെയായിട്ടാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. കേരളത്തിലെ പൊതുജന വികാരവും VD സതീശന് അനുകൂലമാണ്. എന്നാൽ ജയിച്ച MLA-മാരുടെ പിന്തുണയിൽ KC വേണുഗോപാലാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇക്കാര്യത്തിൽ ഇനി AICC എന്ത് തീരുമാനമെടുക്കും എന്നുള്ള കാത്തിരിപ്പിലാണ് ജനങ്ങൾ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസിൽ നറുക്ക് വീഴുന്നത് KC വേണുഗോപാലിനാണെങ്കിൽ വഴിയൊരുക്കാൻ സന്നദ്ധരായി 1/2 ഡസനിലേറെ നിയുക്ത MLA-മാർ. 40ഓളം പേരുടെ പിന്തുണ അവകാശപ്പെടുന്ന വേണുഗോപാലിന് ഹൈക്കമാൻഡ് പച്ചക്കൊടി കാട്ടിയാൽ കളമൊരുങ്ങുന്ന ഉപതെരഞ്ഞെടുപ്പുകൾക്കും ഈ ഒരു പിന്തുണ അനിവാര്യമാകും. വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ വേണ്ടിവരുന്ന ഉപതെരഞ്ഞെടുപ്പിനായി സ്ഥാനത്യാഗം ചെയ്യാൻ അനുയായികളായ നിയുക്ത MLA-മാർ അദ്ദേഹത്തെ സന്നദ്ധത അറിയിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇരിക്കൂറിൽ 42,000-ലേറെ ഭൂരിപക്ഷത്തിന് ജയിച്ച സജീവ് ജോസഫ്, കന്നിയംഗത്തിൽ ആലപ്പുഴയിൽ നിന്ന് ജയിച്ച AD തോമസ് എന്നിവരാണ് സജീവ പരിഗണനയിൽ. രാജി സന്നദ്ധത അറിയിച്ച് മറ്റു ചില നിയുക്ത MLA-മാരും രംഗത്തുണ്ട്. നിയുക്ത MLA-മാരിൽ ബേബിയായ AD തോമസ് പാർട്ടി തീരുമാനത്തിന് വഴങ്ങുമെന്ന് അറിയിച്ചു കഴിഞ്ഞു. കണ്ണൂർ സ്വദേശിയാണെങ്കിലും വേണുഗോപാൽ ആലപ്പുഴയിൽ വീട് വെച്ച് സ്ഥിര താമസക്കാരനാണ്. സജീവ് ജോസഫിന്റെ ഇരിക്കൂറിലെ സ്ഥാനാർത്ഥിത്വം 2021-ൽ വിവാദമായിരുന്നു. വേണുഗോപാലിന്റെ നോമിനി എന്ന് ആരോപണം ഉയർന്നെങ്കിലും സജീവ് അന്ന് ഇരിക്കൂറിൽ ജയിച്ചു. KSU യൂത്ത് കോൺഗ്രസ് കാലഘട്ടം മുതൽ വേണുഗോപാൽ തന്റെ നേതാവാണെന്നാണ് സജീവിന്റെ നിലപാട്. താൻ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനിരിക്കെ വേണുഗോപാൽ KSU പ്രസിഡന്റ് ആയിരുന്നുവെന്നും സജീവ് ചൂണ്ടിക്കാണിക്കുന്നു. സംസ്ഥാനത്ത് അടുത്ത മുഖ്യമന്ത്രിക്കായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഒരു വിഭാഗം KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്ന് പറയുമ്പോൾ മറ്റൊരു വിഭാഗം VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. KCക്കും VD സതീശനുമായി ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി മത്സരത്തിൽ പ്രമുഖ മാധ്യമങ്ങളും കക്ഷി ചേർന്നതായാണ് റിപ്പോർട്ട്. ചില മുതിർന്ന നേതാക്കളെ താറടിക്കാനും ഒറ്റപ്പെടുത്താനും ലക്ഷ്യം വെച്ചുള്ള ചർച്ചകളും റിപ്പോർട്ടിങ്ങുകളും ഒക്കെ ചാനലുകളിൽ അരങ്ങ് തകർക്കുകയാണ്. ഇതിനിടെ KC വേണുഗോപാലിനെതിരെ വ്യാപകമായിട്ടുള്ള മാധ്യമ വിചാരണയാണ് അരങ്ങേറുന്നത്. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ PR പ്രചരണമോ ആക്ഷേപങ്ങൾക്കെതിരെ പ്രതിരോധമോ തീർക്കുന്നതിൽ വേണുഗോപാലിന് പരിമിതികളുമുണ്ട്. പൊതുവികാരം VD സതീശന് അനുകൂലമാണെങ്കിലും ചില സാമുദായിക നേതാക്കളുടെ ശക്തമായിട്ടുള്ള എതിർപ്പുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു പുനർചിന്തനം കേന്ദ്ര നേതൃത്വം നടത്തുമോ എന്നുള്ള കാര്യമാണ് കണ്ടറിയേണ്ടത്. പൊതുജന വികാരം ആർക്ക് അനുകൂലമാണ് എന്നറിയുന്നതിന് വേണ്ടി പല രീതിയിലുള്ള ക്യാമ്പയിനുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തുക. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിന്റെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. പരമാവധി ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി വേണം ഷെയർ ചെയ്യാൻ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.